ആലപ്പി അഷ്റഫ, ഇപ്പോൾ ചില സാങ്കേതികത്വം ഒക്കെ പറഞ്ഞിട്ടാണ് ഈ അഡ്വക്കേറ്റ് രാംകുമാറോ അതുപോലെ അഡ്വക്കേറ്റ് ബലദേവും, അതായത് ഇതിന് ഒരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാങ്കേതികത്വം മാറ്റിവെക്കാം. ഇപ്പോൾ രാമസിംഹൻ ചോദിച്ചതുപോലെ എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ? അപ്പോൾ അതിന് ഒരു ആധാരം അടിസ്ഥാനമായിരിക്കുകയാണ് റിപ്പോർട്ട്. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് എന്ത് അധികാരമാണ് ഉള്ളത്, അവർക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. പക്ഷേ എങ്കിലും ആ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചിലർ തുറന്നു പറയാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ മാധ്യമങ്ങൾ കൂടെയുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം അവരോടൊപ്പം ഉണ്ട്. ആ ഒരു ബലത്തിൻ്റെ ആ ഒരു പിൻബലത്തിൽ കൂടിയായിരിക്കില്ലേ ഇങ്ങനെ തുറന്നു പറയാൻ അവർ തയ്യാറായത്? എന്തായാലും മാറ്റം വേണം, മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് ആര് മുൻകൈയെടുക്കും? ഞാൻ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ജോസ് തോമസ് പറഞ്ഞ പോലെ ഈ ഫെഫ്ക പോലുള്ള സംഘടനകളെ മോശമായിട്ട് കാണിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അത് 100% സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫെഫ്കയിൽ ഞാനൊരു അംഗമാണ്. അവിടെ വളരെ മാന്യമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വളരെ ഗൗരവമായിട്ടും വളരെ മാന്യമായിട്ടും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള വേദികൾ തരും, എന്ത് കാര്യങ്ങളും വേണ്ടി പറയാം. വളരെ കൃത്യമായിട്ടാണ് റൈറ്റേഴ്സ് യൂണിയനായാലും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനായാലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ ഈ മീറ്റിംഗ് കൂടി വ്യക്തമായ തീരുമാനമെടുക്കും, ഇതിനകത്ത് പ്രതികരിക്കും, അതെല്ലാം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതുകൊണ്ട് ആ ഒരു വിഷയമല്ല ഇവിടുത്തെ സംഭവം. അപ്പോൾ അത് ഒരു എതിർ ഗ്രൂപ്പൊക്കെ ഉണ്ട്, സ്വാഭാവികമാണ്. അതിനൊന്നും അവരെ എതിർത്താലൊന്നും അതൊന്നും ഫെഫ്ക പോലുള്ള സംഘടനയെ ഒന്നും ഏൽക്കാൻ പോകുന്നില്ല. അത്ര പ്രബലമാണ് ആ സംഘടന, അത്ര ബലവത്താണ്. അപ്പോൾ പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ അഡ്വക്കേറ്റ് ബലദേവ് അദ്ദേഹം പറയുണ്ടായി, എവിടെ പരാതി കൊടുത്തു അവിടെ കൊടുത്തില്ല, ഇത്ര വർഷമായിട്ട് എന്തെടുക്കരുന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. പണ്ടൊരു ഇതിന് മുമ്പിരുന്നൊരു വനിതാ കമ്മീഷൻ ഒരു ഓൺലൈൻ ചാനലിൽ ഇതുപോലെ പരാതികൾ കേൾക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, ഭർത്താവ് ഉപദ്രവിക്കുന്നു, ആരോ ഉപദ്രവിക്കുന്ന കാര്യം പറയപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തോ പോലീസ് സ്റ്റേഷനിൽ? ഇല്ല, പരാതി കൊടുത്തില്ലേ? പിന്നെ ചെയ്തതിന് പരാതി കൊടുത്തില്ല എന്നാ അനുഭവിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ആകരുതും. നമ്മൾ ഒരു പെൺകുട്ടികളുടെ നിലവിളി നിങ്ങൾ കേൾക്കാതെ പോയോ? നിങ്ങൾ പറയുന്ന ഒന്നിനോട് യോജിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ആ നിലവിളി കേട്ടേ പറ്റൂ. അവരുടെ കരച്ചിൽ, അവർ ആ അതിജീവിതയുടെ അവരായിട്ട് എന്ത് പാടാപ്പെടുത്തിയത് ഇതിനു മുമ്പുണ്ടായിരുന്നു. അവർ കോടതിയിൽ അവർക്ക് ന്യായം കിട്ടി, ഇത് കിട്ടിയോ ഇന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വർഷങ്ങളായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന ഉടനെ എന്നെ കൊണ്ട് കേസ് കൊടുത്തില്ല. ഇവിടെ ഇന്നലെ പഴയ അഡ്വക്കേറ്റ് ജനറൽ ആസിഫ് അലി അദ്ദേഹം ചോദിക്കുന്നുണ്ടായി, 5 വയസ്സും 10 വയസ്സുള്ള പെൺപിള്ളേരെ പീഡിപ്പിച്ച് അവർ കൊണ്ട് പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. അന്വേഷിച്ച് കേസെടുക്കുക വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ നിയമവിദഗ്ധരാണ് അവരൊക്കെ പറയുന്നുണ്ട് സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പുകളാണെന്ന് പറയുന്നുണ്ട്. അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാകുമെന്ന്. അപ്പോൾ അത് അംഗീകരിച്ചേ പറ്റൂ. അവർ ഇന്ന് ഈ WCC പോലുള്ള ഒരു സംഘടന ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരുത്തില്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ പ്രബലമായൊരു ഗ്രൂപ്പായി മാറി. അവർ വളരെ ശക്തമായിട്ടാണ് പോരാടുന്നത്. അവർക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അവരെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അവർ വേറെ കാര്യത്തിനൊന്നും വരുന്നില്ലല്ലോ നിങ്ങളടുത്ത്. അവർ പറയുന്നത് ഞങ്ങൾ തൊഴിൽ ചെയ്യാൻ മാന്യമായ അവസരം ഉണ്ടാക്കി തരണം. ഇത് മാത്രമല്ല അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുതും, ഞങ്ങളുടെ നേരെ ഒന്നിനും വരരുതും. ഇത് രണ്ടുമല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു പെൺകുട്ടികളുടെ ആവശ്യമാണ്, പെണ്ണുങ്ങളുടെ ആവശ്യമാണ്. അവിടെ പറയുന്നത് നിങ്ങൾ ഉടനെ കൊണ്ട് പരാതി ഇത്ര വർഷമായില്ലേ. അതിനാണ് നേരത്തെ ചോദിച്ചത്. ഓരോ കേസുകൾ നടന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പാ? പല എത്ര ഈ വർഗീസ് വധക്കേസ് അതൊക്കെ ഇവിടെ സൂചിപ്പിച്ചില്ലേ? ഇതെല്ലാം എത്രയോ വർഷം കഴിഞ്ഞ് വെളിപ്പെടുത്തി കഴിഞ്ഞ് കേസെടുത്തു, അവരെയൊക്കെ പിടിച്ച് അകത്തിട്ടില്ലേ? അതുപോലെ എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളത്. ഇനി അവർ നിരപരാധിയാണെങ്കിൽ പോകട്ടെ, അവർ രക്ഷപ്പെടട്ടെ, അതും വരട്ടെ, തെളിയട്ടെ കോടതിയിൽ. എന്തായാലും കോടതിയിൽ ഇവരുടെ പേരുകളൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ലോ. ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെച്ചോ, പക്ഷെ കോടതി കൊടുക്കുമ്പോൾ അതെല്ലാം കൊടുത്തേ പറ്റൂ.